ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വാർത്ത ചമച്ച കേസിൽ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. സിന്ധു സൂര്യകുമാർ, ഷാജഹാൻ കാളിയത്ത്, നൌഫൽ ബിൻ യൂസഫ്, പെൺകുട്ടിയുടെ മാതാവ് എന്നിവർക്കാണ് കോഴിക്കോട് പോക്സോ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. റിയാസ് KMR ഉണ്ട്. റിയാസ്, ഉപാധികളോടെയാണ് ജാമ്യം നൽകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കോടതി? റിയാസിലേക്ക് എത്താം. പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വാർത്ത ചമച്ച സംഭവത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കോഴിക്കോട് പോക്സോ കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, ഷാജഹാൻ കാളിയത്ത്, നൌഫൽ ബിൻ യൂസഫ്, പെൺകുട്ടിയുടെ മാതാവ് എന്നിവർക്കാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് പോക്സോ കോടതിയുടേതാണ് നടപടി. റിയാസ് ചേരുന്നുണ്ട്. റിയാസ്, എന്തൊക്കെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? കോടതി ഉപാധികളോടെയാണ് ജാമ്യം നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഗീസ്, കോടതി ഉപാധികൾ വെച്ചുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് കണ്ണൂരിലെ ഒരു ജുവനൈൽ നിയമവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ കേസിനേക്ക് ആസ്പദം. അതായത് ഒരു ലഹരി മാഫിയക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്താ സംഘം ഒരു പ്രത്യേക പരമ്പര ചെയ്തിരുന്നു. അതിൽ ആ പരമ്പരയിൽ വ്യാജ വാർത്ത ചമച്ചു എന്നാണ് പരാതി. ഈ പരാതി DGPക്ക് നൽകിയത് MLA PV അൻവറാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ആ പരാതി ലഭിച്ചതിന് പിന്നാലെ DGP ആ പരാതി കോഴിക്കോട് വെള്ളയിൽ പോലീസിന് കൈമാറിയിരുന്നു. തുടർന്ന് പരാതി ലഭിച്ച് അന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഈ വെള്ളയിൽ പോലീസ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ തിരച്ചിൽ ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പോലീസിന് അന്ന് രേഖകളൊന്നും തന്നെ പിടിച്ചെടുത്തിരുന്നില്ല. പോലീസ് തുടർന്നാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതേ തുടർന്നാണ് 4 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. സിന്ധു സൂര്യകുമാർ, നൌഫൽ ബിൻ യൂസഫ്, K ഷാജഹാൻ ഉൾപ്പെടെ 4 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷമാണ് കോഴിക്കോട് പോക്സോ കോടതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്താ സംഘം മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയത്. നേരത്തെ 2 തവണ ഈ കേസ് പരിഗണനയ്ക്കിടെ മാറ്റിവെച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഈ കേസിൽ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. സിന്ധു സൂര്യകുമാർ, നൌഫൽ ബിൻ യൂസഫ്, K ഷാജഹാൻ ഉൾപ്പെടെ 4 പ്രതികൾക്കാണ് കോഴിക്കോട് പോക്സോ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ജാമ്യ വ്യവസ്ഥ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. വ്യക്തമാണ്. പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വാർത്ത നിർമ്മിച്ചെന്ന കേസിൽ ഏഷ്യാനെറ്റ് ജീവനക്കാർക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന് ആശ്വാസമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് പോക്സോ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സിന്ധു സൂര്യകുമാർ, ഷാജഹാൻ കാളിയത്ത്, നൌഫൽ ബിൻ യൂസഫ്, പെൺകുട്ടിയുടെ മാതാവ് എന്നിവർക്കാണ് കോഴിക്കോട് പോക്സോ കോടതി ജാമ്യം നൽകിയത്.